Atul, age 24, MBBS student. Close range gunshot wound, entry point on the right temporal region, minimal tattooing. സർ, അപ്പോൾ സൂയിസൈഡ് ആണല്ലേ? പക്ഷെ ബോഡി എന്തെങ്ങനെ സ്റ്റിഫായിട്ടിരിക്കണേ? ഇറ്റ്സ് ട്രൈഗർ മോട്ടിസ്. മരണശേഷം ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ ബോഡി ഇങ്ങനെ സ്റ്റിഫാവും. Rigor mortis has fully developed. Estimated time of death around 6 hours. അതായത് ബോഡിയിലെ സ്റ്റിഫ്നെസ് വെച്ച് നോക്കുമ്പോൾ മരണം സംഭവിച്ചത് പകൽ 10-നും 11-നും ഇടയ്ക്കാണ്. ഒരു സ്ട്രഗിൾ നടന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. പിന്നെ ഡോറ് ബലം പ്രയോഗിച്ച് തുറന്നതായിട്ടും തോന്നുന്നില്ല. ഇതൊരു ക്ലിയർ കേസ് അല്ലേ സാർ? മെഡിക്കൽ സ്റ്റുഡൻറ്റ്, ഡിപ്രഷൻ, പ്രഷർ. ഇനി ഈ പയ്യൻ്റെ വീട്ടിൽ നിന്ന് മാനസികമായി സ്ട്രെസ് അനുഭവിച്ചിരുന്ന ഒരു മൊഴി കൂടി കിട്ടിയാൽ നമുക്ക് ഈ കേസ് പെട്ടെന്ന് സോൾവ് ചെയ്യാം. സർ, എന്നാൽ നമുക്ക് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയാലോ? വെയിറ്റ്, ദയവ് വരട്ടെ. ജോലി കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ പോയി ഒരു കറി കളിക്കാമെന്ന് വിചാരിച്ച. ഇതിപ്പോൾ ഒരു ദേവ്. ആരാണ് ഈ ദേവ്? നീ സർവീസ് കയറിയിട്ട് കുറച്ചായിട്ടുള്ളൂ അല്ലേ? അതെ. ഈ കഴിഞ്ഞ 5 വർഷം മുന്നേ വരെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും എഫിഷ്യൻറ്റും ഷാർപ്പായിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു ദേവ് സർ. എല്ലാവരുടെ ഇടയിൽ ഒരു തമാശ പറച്ചിലുണ്ട്. മറ്റുള്ളവരത് കേസാണെന്ന് അറിയും മുമ്പേ പുള്ളി ആ കേസ് കളിച്ചിരിക്കും. എന്നിട്ട് എന്താ പറ്റി? ആക്സിഡൻ്റ് ആണ്. ചിലർ പറയുന്നു കൊല്ലാൻ മതി നമുക്ക്. പക്ഷെ എന്തൊക്കെയായാലും ആ ആക്സിഡൻറ്റിൽ പുള്ളിയുടെ ഭാര്യ പോയി. പിന്നെ കാച്ചി. കണ്ണുകോട്ടനാണോ കേസ് കളിക്കാൻ വരുന്നത്? എന്തായാലും ആള് വരല്ലേ, ഒന്ന് കണ്ടുനോക്ക്. Cold rain, case file in my hand. One look, I see the lie. One clue, I know the plan. Footsteps on the marble, like thunder in the hall. You hit it in the silence, but I heard it through the wall. I saw it in the dark. ക്രൈം സീനാണെങ്കിലും സ്റ്റൈലായിട്ടേ വരുള്ളൂ. ക്രൈം സീൻ പകുതി അലങ്കോലമായതിനു ശേഷം മാത്രം എന്നെ വിളിക്കുന്നതിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. എന്തായാലും നീ വന്നല്ല. ദേവ് സർ, വരൂ, ഞാൻ ക്രൈം സീനിലേക്ക് കൊണ്ടുപോകാം. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് 5 അടി നടന്ന കിച്ചൺ. പഴയ സ്റ്റീൽ പൈപ്പാണെന്ന് തോന്നുന്നു. ഓരോ 3 സെക്കൻഡിലും വെള്ളം ഇറ്റുന്നുണ്ട്. കിച്ചണിലേക്ക് സെപ്പറേറ്റ് ഒരു വാതിലുണ്ട്. നിയർ ബെഡ്റൂം. സീലിംഗ് ഫാനിൽ ചെറുതായിട്ടൊരു ആട്ടമുണ്ട്. എക്കോ സ്പ്രെഡ് ആവുന്നത് നോക്കുമ്പോൾ സീലിംഗിലേക്ക് ഹൈറ്റ് ഭയങ്കര കുറവാണ് തോന്നുന്നു. വലതുവശത്തൊരു ബാത്റൂം. അവിടെ പൈപ്പ് ആരോ തുറന്നിട്ടിട്ട് ബക്കറ്റ് ഓവർഫ്ലോ ആവുന്നുണ്ട്. പുറത്ത് നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്ക് ആൻഡ് ഹെവി ട്രാഫിക്. ദാറ്റ് എക്സ്പ്ലെയിൻസ് ഷൂട്ടിംഗ് സൗണ്ട് ആർക്കും കേൾക്കാൻ സാധിച്ചില്ല. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ആരോ മദ്യപിച്ചിട്ടുണ്ട്. സ്മെല്ല് ഹോളിൽ നിന്നല്ല, ബാത്റൂമിൽ നിന്നാണ്. താനല്ലേ വെള്ളം ഓടിച്ച? അതോട് ഏതാ ബ്രാൻഡ്? സാറ് നമ്മുടെ ആളല്ലേ? സാധനം വേണമെങ്കിൽ വണ്ടിയിലിരിക്കുന്നു സാർ.
എനിക്ക് തുടക്കം മുതൽ എല്ലാം അറിയണം. പേര്? ശേഖർ. മുഴുവൻ പേര്? ശേഖർ പ്രസാദ്. അതിനോടൊപ്പം താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി കാണും. ഫ്രണ്ട്സ്? അതെ സാർ, ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇന്നത്തെ ദിവസം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? സാർ, ഇന്ന് രാവിലെ ഒരു 9:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അതിൽ എക്സാമൊക്കെ അടുത്തിരുന്നുകൊണ്ട് എന്തൊക്കെയോ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവൻ പഠിക്കാനിരുന്നു. അവൻ എന്തെങ്കിലും രീതിയിൽ അസ്വസ്ഥനായിരുന്നോ? ദേഷ്യം, ഡിപ്രഷൻ, അതിനെന്തെങ്കിലും? ഇല്ല സാർ, അങ്ങനെ ഒന്നും. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടുന്ന് ലുലുവിലേക്ക് പോയി. ഞാൻ പതുക്കെ ഒരു സിനിമയൊക്കെ കണ്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പതുക്കെ ഒരു 6:30 ആയപ്പോഴത്തേക്ക് തിരിച്ചു പോകും. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തേക്കായിരുന്നു. പിന്നെ നീ എങ്ങനെ അകത്ത് കയറിയ? അത് ഞങ്ങൾക്കൊരു സ്പെയർ കീ ഉണ്ട്. അത് ഞങ്ങൾ ഈ ഇലക്ട്രിക് മോട്ടർ അതിൻ്റെ അകത്ത് വെക്കാറാണ്. അപ്പം അവിടെ നിന്ന് എടുത്ത് ഞാൻ അത് തുറന്നു. പക്ഷെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് അവൻ ബെഡിൽ കിടക്കുന്നതാണ്. ഇയാൾ മാളിൽ ഉണ്ടായെന്നുള്ള എൻ്റെ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടോ? യെസ്, പാർക്കിംഗ്, ഫുഡ് കോർട്ട്, മൾട്ടിപ്ലക്സ്, ടൈം ലൈൻ മാച്ചിങ് ആണ്. താനും അതിലും വഴക്കിടാറുണ്ടോ? ഇല്ല സർ, അവർ ചെറിയ ചെറിയ വഴക്കുകളല്ലാതെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല സർ. അതിന് സ്വന്തമായിട്ടൊരു ഗണ്ണുണ്ടായിരുന്നോ? അയ്യോ, അവന് പടക്കം പോലും പേടിയായിരുന്നു സർ. പിന്നെ ഇങ്ങനെ ഗണ്ണ്. വെറും 2 മണിക്കൂർ മുമ്പ് സ്വന്തം കൂട്ടുകാരൻ്റെ ഡെഡ് ബോഡി കണ്ട ഒരാളുടെ ഹാൻഡ് ഷേക്ക് മാതിരി ഇല്ല ഇത്. സർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഡെഡ് ബോഡിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ പൾസ് റേറ്റ് നോർമലായി. മുൻകൂട്ടി ഇതെല്ലാം പ്ലാൻ ചെയ്ത പോലെ. സർ, അമ്മയാണ് സത്യം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നീയാണ് അവനെ കൊന്നതെന്നൊന്നും പറഞ്ഞില്ലല്ലോ. താനെന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുറപ്പാണ്. അതായത് ബോഡിയിലെ സ്റ്റിഫ്നെസ് വെച്ച് നോക്കുമ്പോൾ മരണം സംഭവിച്ചത് പകൽ 10-നും 11-നും ഇടയ്ക്കാണ്. സർ, ഇന്ന് രാവിലെ ഒരു 9:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഫ്ലോർട്ടൈൻ്റെ തണുപ്പെല്ലാം അണ്ണീവനാണ്. പക്ഷെ സാധാരണഗതിയിലുണ്ടാവുന്ന തണുപ്പല്ല താൻ. നിങ്ങളിവിടെ വരുമ്പോൾ ഈ മുറിയിൽ AC ഓൺ ആയിരുന്നോ? ഇല്ല. That's strange. കോഫി ബ്ലാക്ക്. അതും രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്ന കൂട്ടത്തില്ല. ചിലപ്പം മോർണിംഗ് കോഫി ആയിക്കൂടെ? കോഫി വല്ലാണ്ട് തണുത്തിട്ടുണ്ട്. എൻ്റെ സ്മെല്ലും വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു 12 മണിക്കൂറിന് മുന്നേ ഇത് ഉണ്ടാക്കിയതായിരിക്കും. നമുക്കൊന്ന് കിച്ചണിൽ പോകണം.
ബെഡ്റൂമിൽ നിന്ന് കിട്ടിയ കോഫീനെ കാട്ടിയത് ഫ്രഷാണ്. ഏകദേശം ഒരു 8 മണിക്കൂർ മുന്നേ ഉണ്ടാക്കിയതായിരിക്കും. 2 ടൈം ഡിഫറൻസ്. ബെഡ്റൂമിൽ നിന്ന് കിട്ടിയ കോഫി ഒരുപാട് മുന്നേ ഉണ്ടാക്കിയതാണെങ്കിൽ അതിന് ശേഷം ആരോ ഇവിടെ വന്ന് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോ ഈ അപ്പാർട്ട്മെൻറ്റിലെ സമയക്രമങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ മുറി സ്റ്റേജ്ഡാണ്. ഈ മുറി എന്തോ കള്ളം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മുറികളും ക്രൈം സീൻസും ഒരിക്കലും കള്ളം പറയത്തില്ല. ഐ തിങ്ക് ആരോ ഈ മുറിയുടെ ടൈം സ്കെഡ്യൂൾ മാറ്റിമറിച്ചിട്ടുണ്ട്. സാർ, ചിലപ്പോൾ ഈ പയ്യൻ സൂയിസൈഡ് ചെയ്യുന്ന മുന്നേ കോഫി കുടിച്ചായിക്കൂടെ? സ്ട്രെസ്, ഡിപ്രഷൻ, പ്രഷർ, ഇപ്പോഴത്തെ എല്ലാ പിള്ളേർക്കും ഉള്ളതല്ലേ ഇതൊക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, തൻ്റെ കല്യാണം കഴിഞ്ഞാണോ? അതെ. താൻ തൻ്റെ വൈഫായിട്ട് ഒരു വലിയ വഴക്കുണ്ടാക്കി. ആ സമയത്ത് താൻ സ്വസ്ഥമായിട്ട് അടുക്കളയിൽ പോയി ഒരു കാപ്പി ഉണ്ടാക്കി സമാധാനത്തോടെ കുടിക്കോ, അതോ ദേഷ്യം പിടിച്ച് വെളിയിൽ പോയി ഒരു സിഗരറ്റ് വലിച്ചിരിക്കോ? മാനസികമായിട്ട് ഒരാൾ തകർന്നിരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു അഭയം തേടി അവർ പോകത്തുള്ളൂ. അപ്പം നീ പറഞ്ഞിരുന്നത് അതൊരു സ്യൂസൈഡ് ചെയ്തതല്ല. ആരോ ഈ അപ്പാർട്ട്മെന്റിൽ വന്നു. അവനെ കൊന്നതിന് ശേഷം സ്യൂസൈഡാണെന്ന് തോന്നിപ്പിക്കും വിധം ഇവിടെ എല്ലാം മാറ്റങ്ങൾ വരുത്തിയതാണ്. ഇത് ചെയ്തത് ആരായിരുന്നാലും അവൻ ഈ അപ്പാർട്ട്മെന്റിനെ കുറിച്ച് നല്ല പോലെ അറിയാം. പിന്നെ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും അവന് നല്ല പോലെ അറിയാം. യു മീൻ ശേഖർ? ബട്ട് ഹൗ? എടാ, ആസ് പെർ ഫോറൻസിക് റിപ്പോർട്ട് മോർണിംഗ് 10-നോ 11-നാണ് അതിൽ മരിച്ചത്. ആ സമയം ശേഖർ പുറത്തായിരുന്നില്ലേ? നീയും അതിലും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നല്ല പറഞ്ഞേ? അതെ സാർ, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, അറിയോ? ചിലപ്പോഴൊക്കെ ആരാധന പയ്യെ ചീഞ്ഞ് ചളിഞ്ഞ് ഒരു കമ്പാരിസണിലോട്ടെത്തും. സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു സാധാരണക്കാരൻ, ഒരു പാവത്താൻ, നിഷ്കളങ്കൻ, ഇതുപോലെയെല്ലാം ആവാൻ നീ കുറേ അധികം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നീ പോലും അറിയാതെ നീ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ദാറ്റ് ഹാൻഡ് ഷേക്ക് വാസ് റോങ്. നീ കൈ കെട്ടിരിക്കുന്ന വാച്ച് ഒരു കോൺസ്റ്റബിളിൻ്റെ 3 മാസത്തെ ശമ്പളം വരും. നീ ഒരു മിഡിൽ ക്ലാസ് ആണ്. സ്റ്റിൽ വൈ യു ആർ യൂസിങ് ഓൾ ദിസ്? I have an answer. അതുൽ വാസ് റിച്ച്. എനിക്കിപ്പോഴും അവനേക്കാൾ ഒരു പടി മേലെ എത്തണമെന്നാണ് ഇപ്പോഴും ആഗ്രഹം, അല്ലേ? അതുലിന് ഫസ്റ്റ് റാങ്ക്, നിനക്ക് സെക്കൻഡ്. എന്നും യു ആർ ഓൾവേസ് ബിഹൈൻഡ് ഹിം, അല്ലേ? സെക്കൻഡ് റാങ്ക് കിട്ടുന്നത് അത്രയും വലിയ തെറ്റൊന്നുമല്ലല്ലോ. അല്ല, പക്ഷെ തനിക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാളുടെ കൂടെയുള്ള ഒരു ജീവിതം, ഇറ്റ്സ് ഡിഫിക്കൽട്ട്, റൈറ്റ്? ഇപ്പോഴും കൂടെ മരിച്ചതിന് ശേഷം പോലും അതിൽ നിന്നേക്കാൾ മുന്നിൽ തന്നെയാണ്. ആളുകൾ അവനെക്കുറിച്ച് ഓർക്കും, ബ്രില്യൻ സ്റ്റുഡൻറ്റ്, ടോപ്പർ, ഭാവിയിലെ വലിയ ഡോക്ടർ. നീ എത്ര കിടന്ന് മെനക്കെട്ടാലും നിനക്കൊരിക്കലും അതിലാവാൻ കഴിയില്ല. മരിച്ചിട്ട് കൂടിയും അവൻ നിന്നെ തോൽപ്പിച്ചു. തനിക്കറിയോ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് കൂടിയത് എന്താണെന്ന്? അവൻ എന്നെ ഒരു കോമ്പറ്റീറ്ററായിട്ട് പോലും കണ്ടിട്ടില്ല. അപ്പം നീ കുറ്റം സമ്മതിക്കുന്നോ? അതെ, ഞാൻ അവനെ കൊന്നത്. ഓരോന്നും വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തത്. നീ എന്തിനാണ് ചെയ്തത്? ചിലർ ജനിച്ച് വീഴുന്നത് തന്നെ ജയിക്കാനാണ്. പക്ഷേ ഈ എല്ലാ ടെൻഷനും, ഞാൻ നോക്കിയ എല്ലാ ടെൻഷനും ഈ അതുല് അവൻ എവിടെയുണ്ടോ അവിടോട്ടെത്തും. രാവും പകലും ഇല്ലാത്ത നീറി ഞാൻ പഠിച്ചിട്ടും അതുലിൻ്റെ അത്ര എത്തായിരുന്നു. അല്ലെങ്കിലോ സെക്കൻഡ് കുഴപ്പമില്ല. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ലല്ലോ സാറേ. നിങ്ങൾക്ക് ഞാനാണ് അവനെ കൊന്നതെന്ന് തെളിയിക്കാൻ പറ്റില്ല.
നീ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയല്ലോ. റെക്കോർഡിംഗ് ഇല്ല, വക്കീലില്ല, തെളിവുകളൊന്നും തന്നെ ഇല്ല. പോരാത്തതിന് 10-നും 11-നും ഇടയ്ക്ക് ഞാൻ മുകളിലെ തിയേറ്ററിൻ്റെ അകത്തുള്ള ഒരു കഫേയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ CCTV ചെക്ക് ചെയ്താൽ ഞാൻ അവിടെ ഉണ്ട്. ബില്ലുകളിൽ ഞാൻ അവിടെ തന്നെ ഉണ്ട്. പോരാത്തതിന് എന്നെ അവിടെ വെച്ച് ആളുകളും കണ്ടിട്ടുണ്ട്. സോ പറയൂ ദേവ് സാർ, നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഫോറൻസിക് ഓഫീസേഴ്സ് മരണസമയം കണ്ടെത്തുന്നത് ഡെഡ് ബോഡി സ്റ്റിഫായ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അതായത് ബോഡിയിലെ സ്റ്റിഫ്നെസ് വെച്ച് നോക്കുമ്പോൾ മരണം സംഭവിച്ചത് പകൽ 10-നും 11-നും ഇടയ്ക്കാണ്. നോർമൽ റൂം ടെമ്പറേച്ചറിൽ റിഗർ മോർട്ടിസ്, അതായത് ബോഡി സ്റ്റിഫ് ആവാൻ തുടങ്ങുന്നത് മരിച്ചതിന് ഏകദേശം 6 മണിക്കൂറിന് ശേഷമാണ്. അല്ലേ ശേഖർ? പക്ഷേ റൂം ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് ചുറ്റുപാടെങ്കിൽ ഫ്ലോർ ടൈലിൻ്റെ തണുപ്പെല്ലാം അണ്ണീവനാണ്. പക്ഷെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന തണുപ്പല്ലതാണ്. കോഫി വല്ലാണ്ട് തണുത്തിട്ടുണ്ട്. ഈ ബയോളജിക്കൽ പ്രോസസ് എല്ലാം ഓൾട്രോ. ഈ മുറി നീ AC ഓണാക്കി തണുപ്പിച്ച് 16 ഡിഗ്രി സെൽഷ്യസ് ആക്കി. അത് കാരണം ബോഡിയുടെ ബയോളജിക്കൽ പ്രോസസ്സും ഡിലേ ആയി. സോ 6 മണിക്കൂറല്ല, 8-9 മണിക്കൂർ കഴിഞ്ഞിട്ടാവും ബോഡി സ്റ്റിഫ് ആവുക. ടൈമർ ഫങ്ഷൻ 4 മണിക്കൂറിന് ശേഷം തന്നെ ഓഫാവുന്ന രീതിയിൽ നീ AC-യുടെ ടൈമർ സെറ്റ് ചെയ്തിരുന്നല്ലേ? അതിൻ്റെ അർത്ഥം ഫോറൻസിക് ടീം എസ്റ്റിമേറ്റ് ചെയ്ത മാതിരി 10 മണിക്കല്ല അതുലിൻ്റെ മരണം സംഭവിച്ചത്. ഏകദേശം രാവിലെ 8 മണിക്ക് നീ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ്, നിൻ്റെ പെർഫെക്റ്റ് അലിബായി തുടങ്ങുന്നതിന് മുൻപ്. അതിനുശേഷം നീ കരുതിക്കൂട്ടി നിന്നെ മാക്സിമം വിസിബിളാക്കി. കാരണം ആരാലും തൊടാൻ കഴിയാത്ത ഒരു സ്ട്രോങ് എവിഡൻസ് ആണ് മരണസമയമെന്ന് നീ വിശ്വസിച്ചു. യു ആർ ബ്രില്യൻറ്റ്. നീ അന്വേഷണത്തെ തോൽപ്പിച്ചില്ല ശേഖർ, അത് ഇച്ചിരി വൈകിപ്പിച്ചു, അത്രമാത്രം. MHM കേസ് സോൾഡ്. അവനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. നീ എപ്പോഴെങ്കിലും അവൻ എങ്ങനെ നിന്നെപ്പറ്റി ചിന്തിച്ചിരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ?